കുഞ്ഞുമണിയും കുത്തിരി ചോറിട്ട് കൊടുക്കാം. മഴയത്ത് രാവിലെ എഴുന്നേറ്റ് പൊതിയൊക്കെ കിട്ടുന്ന അമ്മമാരുടെ ഒരു വിഷമം എത്രമാത്രം ഉണ്ടെന്നറിയോ? രാവിലെ എണീക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അങ്ങനെ കുഞ്ഞുമണിയും കുത്തിരി ചോറിട്ട് കൊടുത്തു. നാടൻ കോഴിമുട്ട വറുത്തത് വെച്ച് കൊടുത്തു. കൊണ്ടാട്ടം മുളക് വെച്ച് കൊടുത്തു. കൊഴുവ മീൻ വറുത്തതാണ് കേട്ടോ. ഇപ്പോൾ ആകെ നമുക്ക് കിട്ടണ മീൻ കൊഴുവയാണ്. അപ്പോൾ അത് വറുത്തതാണ് കേട്ടോ. പിന്നെ നല്ല ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അവനെ അങ്ങ് നല്ല രസികനായിട്ട് ചമ്മന്തി പൊടിച്ചു. പിന്നെ എന്താണെന്നല്ലേ, എന്നത്തെ കറി നമുക്ക് വിട്ട് കളയാൻ പറ്റുമോ? എന്താണെന്നറിയോ? മുരിങ്ങയിലത്തോരൻ. അതിലൊക്കെ ഒരു രസമുണ്ട് കേട്ടോ. ഇന്ന് മുരിങ്ങയില ഞാനുമായിട്ട് ഭയങ്കര പ്രണയത്തിലായിരുന്നു. എന്താണെന്നറിയോ? ഇവിടെ ഒരാൾക്ക് മുരിങ്ങയില തോരൻ വേണ്ട, പരിപ്പിട്ട് ചാറ് വെച്ചാൽ മതി. അങ്ങനെ ഞാൻ അതും സംഭവിച്ചു. അങ്ങനെ മുരിങ്ങയില തോരനും മുരിങ്ങയിലയും പരിപ്പും ചാറും വെച്ചു കേട്ടോ. എന്നാൽ നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ അങ്ങനെ? ഇനിയിപ്പോൾ മുരിങ്ങയിലയുടെ കാര്യം പറഞ്ഞ് നമുക്കൊരു കുടുംബ വഴക്ക് വേണ്ട വിചാരിച്ചിട്ട്, ഇതെന്താണെന്നറിയാമോ? കൊഴുവ മീൻ പീര വെച്ചത് കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു, വളരെ ഇഷ്ടമുള്ളൊരു കറിയാണ്. നല്ല മണമല്ലേ? ഇതുണ്ടോ, കൊഴുവ മീൻ പീര പറ്റിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഒഴിച്ചു കൂട്ടാനുള്ള കറി വെച്ച് കൊടുത്താലോ? മുരിങ്ങയിലയും പരിപ്പും തന്നെയാണ് കേട്ടോ കറി. അതാ പറഞ്ഞ മുരിങ്ങയിലയോട് ഇന്ന് എനിക്ക് വല്ലാത്ത പ്രണയം തോന്നിയെന്ന് പറഞ്ഞ്. മുരിങ്ങയില ചാറും മുരിങ്ങയില തോരനും ഒക്കെ ആയിട്ട് പരിപ്പിട്ട് വെച്ചു. ഇനി അതിന് വേണ്ടിയിട്ടൊരു കുടുംബ വഴക്ക് വേണ്ട, എല്ലാ വീട്ടിലും ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വഴക്ക് വേണ്ട വിചാരിച്ച് ഞാൻ മുരിങ്ങയില തോരനും ഉണ്ടാക്കി, മുരിങ്ങയിലയും പരിപ്പും കറി ഉണ്ടാക്കി, മുട്ട വറുത്ത്, കൊണ്ടാട്ടം മുളക്, ചമ്മന്തി, പിന്നെ എന്താണെന്നറിയോ? നത്തരി മീൻ വറുത്തത്, കൊഴുവ മീൻ പീര വെച്ചത്. ചില വീടുകളിലെ നമ്മൾ പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു വിടുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കയറി ചെല്ലുന്ന വീട് നമ്മുടെ സ്വന്തം വീടാണ്, ഇനി ഈ വീടല്ല നിൻ്റെ വീടെന്ന്. അവിടെ ചെന്ന് കഴിയുമ്പം ഓരോ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, വഴക്കില്ലാത്ത വീടുകളില്ലല്ലോ, ഓരോ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, നിൻ്റെ അപ്പം കൊണ്ടുവന്ന വീടൊന്നും അല്ല ഇത്, ഇതെൻ്റെ വീടായി, ഇറങ്ങിപ്പൊക്കോളാൻ പറയും. ശരിക്കും ഏത് വീടാണ് പെൺപിള്ളേരുടെ? ഒന്ന് പറയാമോ? പറയാൻ താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.